5 ലക്ഷം രൂപ എന്തിനുണ്ട്? നമ്മുടെ ഭരണ സംവിധാനത്തിന് PR വർക്ക് ചെയ്യാൻ ഒരു ബസ്സിൻ്റെ ബോർഡ് എഴുതുന്നെങ്കിൽ എത്ര ലക്ഷം? അപ്പം നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ ബസ്സുകളിലും ബോർഡും പരസ്യം, എല്ലാ ചാനലുകൾക്കും പരസ്യം. ഇതൊന്നും വെറുതെ അല്ലല്ലോ. ഈ പണമെല്ലാം എവിടെ നിന്നാണ്? പൊതുജനത്തിൻ്റെ ഖജനാവിൽ നിന്ന് എടുക്കുന്ന നികുതി പണം തന്നെയാണ്. ഇതാരുടെയും ഭരിക്കുന്ന ആൾക്കാരുടെ കുടുംബത്തിൽ നിന്ന് ഭൂസ്വത്തുകളോ ഒന്നും തലമുറയായി സമ്പാദിച്ചു വെച്ച സ്വത്തോ ഒന്നുമല്ല ഈ PR വർക്കിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പം ഞങ്ങളുടെ അവകാശമാണ് ഞങ്ങൾ ചോദിച്ചത്. ദാസമാരെന്നല്ല എല്ലാ വേദിയിലുള്ള സ്ത്രീകളുടെയും. പിന്നെ പൊതുജനങ്ങളോടും എനിക്ക് ഒരു ആശാവർക്കർ എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു വനിത എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ള, സ്ത്രീ സമൂഹത്തെ അടച്ചാക്ഷേപിച്ച ഈ പാർട്ടിക്ക് ഇനി അടുത്തൊരവസരം കൊടുക്കരുത് എന്ന് മാത്രമാണ്. എല്ലാ കുടുംബങ്ങളിലും സ്ത്രീകളുണ്ട്, സ്ത്രീ ഇല്ലാത്ത കുടുംബങ്ങളില്ല. അപ്പം സ്ത്രീകളെ മൊത്തത്തിൽ ആക്ഷേപിച്ചവർക്ക് ഇനിയൊരവസരം കൊടുക്കാതിരിക്കുക, പൊതുജനം ഇവരുടെ മുഖംമൂടി വലിച്ചെറിയുക. ഇപ്പോൾ ആശാവർക്കർമാരുടെ സമരം 266 ദിവസം, പൊതുവെ ഈ ഒരു സമരം അവസാനിക്കുമ്പോൾ ജനങ്ങൾക്ക് തോന്നുന്നത് സർക്കാർ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഓണറേറിയം വർദ്ധിപ്പിച്ചു, ജീവിത സാഹചര്യങ്ങളൊക്കെ മെച്ചപ്പെട്ടു എന്നാണ് പൊതുവെ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ എന്താണ് ഇപ്പോഴത്തെ ജീവിത സാഹചര്യങ്ങളൊക്കെ? എന്താണ് സർക്കാർ നിങ്ങളുടെ അവകാശങ്ങളൊക്കെ എല്ലാം നൽകി കഴിഞ്ഞോ? ഇല്ല, ഒരിക്കലുമില്ല. ഞങ്ങൾ ആവശ്യം 700 രൂപ അടിസ്ഥാന വേതനം നൽകിക്കൊണ്ട് 21,000 രൂപയാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. 266 ദിവസം സമരവേദി കഴിഞ്ഞപ്പോൾ 1,000 രൂപയാണ് വർദ്ധിപ്പിച്ചത്. അത് കഴിഞ്ഞ് വീണ്ടും 1,000 രൂപ കൂടെ. അപ്പോൾ എത്രയാണ് ഒരു ദിവസം ശരാശരി? നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ. ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു തുക കൊണ്ട് കുടുംബം പോറ്റുന്നത്? പൊതുജനത്തിന് അറിയില്ല എത്ര രൂപയാണ് കിട്ടുന്നത്. ഗവൺമെൻറ് 2 തവണയായിട്ട് കൂട്ടി എന്ന് പറയുന്നത് കൊണ്ട് എല്ലാവരും വിചാരിക്കുന്നു ആശമാർക്കെല്ലാം അവരാവശ്യപ്പെട്ടതെല്ലാം നേടി എന്നാണ് വിചാരിക്കുന്നത്. മാത്രമല്ല മനഃപൂർവ്വം സർക്കാരിനെ താറടിക്കുന്നു എന്നൊക്കെയാണ് പൊതുജനം ചിന്തിക്കുന്നത്. ഇല്ല, ഒരിക്കലും ഇല്ല. ഒരു സ്ത്രീപക്ഷ ചിന്താഗതിയോടുകൂടി ഭരിക്കുന്ന ഒരു ഭരണം എന്നാണ് അവകാശപ്പെടുന്നത്. തീർച്ചയായിട്ടും എങ്കിൽ ഈ സ്ത്രീപക്ഷ ചിന്താഗതിയോടുകൂടി ഭരിക്കുന്നവരായിരുന്നു എങ്കിൽ 266 ദിവസം സ്ത്രീകളെ, അമ്മമാർ തന്നെ, അമ്മമാരും ഒക്കെയാണ്, വാർദ്ധക്യത്തിലോട്ട് 60 വയസ്സ് കഴിഞ്ഞ ആൾക്കാരുമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെ വെയിലെന്നോ മഴയെന്നോ ഇല്ലാതെ ഒരു ടാർപ്പ പോലും വലിച്ചു കെട്ടാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കാതെ കെട്ടിയ ടാർപ്പയെ വലിച്ചഴിച്ചു. മഴയത്തും വെയിലത്തും വളരെ ദുർഘടം പിടിച്ച അവസ്ഥയിലൂടെയാണ്. ഒരു വെയിലാണ്, അറിയാമല്ലോ. കഴിഞ്ഞ വർഷം ഈ സമയമല്ല ഞങ്ങൾ ഈ സമരവേദിയിലായിരുന്നു. അപ്പം സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണോ? സ്വന്തം വീട്ടിലെ ഒരു സ്ത്രീയെ അവരങ്ങനെയാണോ കാണുന്നത്? സ്ത്രീകളെ സംരക്ഷിക്കുക എന്ന ഉത്തരവാദിത്വം അവരുടെ കയ്യിലുണ്ട്. സ്ത്രീ മതിലുകളോ രാത്രി നടക്കാനുള്ളൊരവസരം ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് സ്ത്രീപക്ഷം ആവുന്നില്ല. അവർക്ക് ദൈനംദിന ജീവിതത്തിൽ അവരുടെ കാര്യങ്ങളെല്ലാം ഉറപ്പാക്കുന്ന ഒരു സംവിധാനമായിരിക്കണം. അധ്വാനിക്കുന്ന സ്ത്രീകൾക്ക് സംരക്ഷണം കൊടുക്കുന്നതിനും ഞങ്ങളുടെ അവകാശങ്ങൾ ചോദിക്കുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മളിവിടെ സമരത്തിന് വന്നത്. നമ്മുടെ ആയുസിൻ്റെ 3/4 ഭാഗവും, ഞാനിപ്പോൾ 18 വർഷം കഴിഞ്ഞു ആശയായിട്ട് വന്നിട്ട്, എനിക്ക് 55 വയസ്സ് കഴിഞ്ഞു. ഞാൻ എൻ്റെ കാര്യമായിട്ട് പറയുന്നതാണ്. അപ്പോൾ ഈ സാഹചര്യം നമ്മുടെ ആയുസിൻ്റെ പകുതിയിലത്, ഇപ്പോൾ 55 വയസ്സ് കഴിഞ്ഞ് എൻ്റെ 3/4 ഭാഗവും ജീവിതം കഴിഞ്ഞു. ഞാനിവിടെ നിന്ന് എൻ്റെ ആരോഗ്യം ഊർജവും എല്ലാം ഈ സമൂഹത്തിന് വേണ്ടി ചെലവഴിച്ചിട്ട് ഒരു 5 വർഷം കൂടെ കഴിഞ്ഞ് പിരിഞ്ഞു പോകുമ്പോൾ, ഇപ്പോഴാണ് 60 വയസ്സ് കഴിഞ്ഞ് 65-ലോട്ട് മാറ്റി നിർത്തിയിരിക്കുന്നത്. ആ സമയത്ത് നമ്മളെല്ലാം രോഗബാധിതരാണ്. അപ്പം വെറും കൈയോടെ ഇറങ്ങിപ്പോവാതെ ഒരു 5 ലക്ഷം രൂപ വിരമിക്കൽ ആനുകൂല്യം വേണമെന്ന് ചോദിക്കുന്നത് തെറ്റാണോ? 5 ലക്ഷം രൂപ എന്തിനുണ്ട്? നമ്മുടെ ഭരണ സംവിധാനത്തിന് PR വർക്ക് ചെയ്യാൻ ഒരു ബസ്സിൻ്റെ ബോർഡ് എഴുതുന്നെങ്കിൽ എത്ര ലക്ഷം? അപ്പം നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ ബസ്സുകളിലും ബോർഡും പരസ്യം, എല്ലാ ചാനലുകൾക്കും പരസ്യം. ഇതൊന്നും വെറുതെ അല്ലല്ലോ. ഈ പണമെല്ലാം എവിടെ നിന്നാണ്? പൊതുജനത്തിൻ്റെ ഖജനാവിൽ നിന്ന് എടുക്കുന്ന നികുതി പണം തന്നെയാണ്. ഇതാരുടെയും ഭരിക്കുന്ന ആൾക്കാരുടെ കുടുംബത്തിൽ നിന്ന് ഭൂസ്വത്തുകളോ ഒന്നും തലമുറയായി സമ്പാദിച്ചു വെച്ച സ്വത്തോ ഒന്നുമല്ല ഈ PR വർക്കിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പം ഞങ്ങളുടെ അവകാശമാണ് ഞങ്ങൾ ചോദിച്ചത്. ദാസമാരെന്നല്ല എല്ലാ വേദിയിലുള്ള സ്ത്രീകളുടെയും. നമ്മുടെ ഈ സമരമുഖത്ത് ഇരിക്കുന്ന സമയത്ത് അംഗൻവാടി വർക്കർമാർ വന്നു, പിന്നെ വനിതാ ഉദ്യോഗസ്ഥർ വന്ന് അവിടെ റാങ്ക് ലിസ്റ്റിൻ്റെ ഡേറ്റ് ഒന്ന് മാറ്റി കൊടുക്കാൻ ലാസ്റ്റ് തീയതി വരെ അവരിവിടെ ഇരുന്ന് കരഞ്ഞു വിളിച്ച് പോയി. ഇതെല്ലാം പൊതുജനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ലോകം എന്താണ് ഈ ആശാവർക്കർമാരെന്ന് പൊതുജനം കണ്ടൊരു സമരവേദിയാണ് നമ്മുടെ ഈ സമരവേദി എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ അവർ പറയുന്ന വാഗ്ദാനങ്ങൾ, അപ്പോൾ ഈ വാഗ്ദാനങ്ങൾ മാത്രം പറഞ്ഞിട്ട് പ്രവർത്തിക്കാൻ താല്പര്യമില്ലെങ്കിൽ അവരെന്തിന് വീണ്ടും വീണ്ടും മത്സരിക്കാൻ വരുന്നു?
പറയുന്ന വാഗ്ദാനങ്ങൾ പ്രാവർത്തികമാക്കാൻ കഴിവില്ല എങ്കിൽ വാഗ്ദാനങ്ങൾ നൽകാതിരിക്കുക. ഈ ചെയ്യാമെന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല എങ്കിൽ ആ സ്ഥാനം വേണ്ടെന്ന് നിൽക്കുക, മത്സരത്തിന് നിൽക്കാതിരിക്കുക. പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ മാത്രമേ അത് പറയാവൂ, ഒരാളിന് വാഗ്ദാനം കൊടുക്കാവൂ. അപ്പോൾ പൊതുസമൂഹത്തെ കണ്ണിൽ മണ്ണ് വാരിയിടുന്ന ഒരു രീതിയാണ് നമ്മുടെ ഈ 5 വർഷത്തെ ഭരണം കൊണ്ട് നടപ്പാക്കിയിരിക്കുന്നത്. വിരമിക്കൽ ആനുകൂല്യം 5 ലക്ഷം, നമ്മുടെ പെൻഷൻ, വിരമിക്കുന്നവർക്ക് പെൻഷൻ, എന്തായാലും പെൻഷൻ വേണമല്ലേ. ഈ തുച്ഛമായ 300 രൂപ കൊണ്ട് നമ്മൾ ജീവിക്കുന്നത്, ഞങ്ങൾക്ക് പെൻഷൻ ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ അവർ പറയുന്നു പെൻഷനൊക്കെ കൂട്ടി കൊടുക്കുന്നു. ഇത് എവിടെ നിന്നാണ് അവർ കൂട്ടി കൊടുക്കുന്നത്? അന്നത്തെ കാലത്ത് 600 രൂപ ആയിരുന്നു എങ്കിൽ അന്ന് 1 കിലോ അരിക്ക് എത്ര രൂപയായിരുന്നു? കറണ്ട് ബില്ല് എത്രയായിരുന്നു? എല്ലാ ജീവിത സാഹചര്യങ്ങളെല്ലാം മാറിക്കഴിഞ്ഞു. അപ്പം നമുക്കിന്ന് ജീവിക്കുന്ന നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തിൽ ജീവിക്കണമെങ്കിൽ പണം വേണം. നമ്മൾ ഇവിടെ നിന്ന് ജോലി ചെയ്യുന്നിട്ട് വേറെ എവിടെ നിന്നാണ് നമുക്ക് സമ്പാദ്യം? നമ്മുടെ സ്ത്രീകളുടെ വരുമാനം, ആശാവർക്കറായ സ്ത്രീകളുടെ വരുമാനം കൊണ്ട് മാത്രം കഴിയുന്ന കുടുംബങ്ങൾ ഒരുപാട് പേരുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നമുക്ക് ഈ ഫീൽഡിൽ നിന്നിട്ട് മറ്റൊരു ജോലിയിലോട്ട് പോകാൻ പറ്റില്ല. നമ്മുടെ സംവിധാനം പറയുന്നുണ്ട് നിങ്ങൾക്ക് 15 ദിവസം വർക്ക് ചെയ്തിട്ട് ബാക്കി നമുക്ക് പുറത്തു പോകുന്നത്. അത് 1 മുതൽ 15 വരെയുള്ള തീയതികളിൽ തുടർച്ചയായുള്ള വർക്കാണെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത 15 ദിവസം നമുക്ക് ഒന്നുമില്ല, ഒരു കടയിൽ തുടർച്ചയായിട്ട് 15 ദിവസം അല്ലെ, ഒരു സ്വീപ്പർ പോസ്റ്റിനായാലും ഈ 15 ദിവസത്തെ ജോലി തുടർച്ചയായിട്ട്. ഇത് അങ്ങനെയല്ല. ഈ 30 ദിവസത്തിൽ പറയുന്ന സമയം നമുക്ക് എല്ലാം റെഗുലറായിട്ട് കിട്ടുന്നില്ല. അപ്പം മറ്റൊരു ജോലിക്ക് പോകാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു സംവിധാനത്തിൽ മാറ്റം വന്നാലേ പറ്റുള്ളൂ. ഈ അടുത്ത് വരുന്ന ഭരണ സംവിധാനം ആരായാലും, ഏത് രാഷ്ട്രീയ കക്ഷിക്കാരായാലും ശരി, ഞങ്ങൾ ആവശ്യപ്പെട്ട കാര്യങ്ങൾ തന്നില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും പഴയതുപോലെ ഇവിടെ സമരപ്പന്തൽ ഉയരും. അത് തീർച്ചയായ കാര്യമാണ്. ഞങ്ങൾ മുന്നോട്ട് വെച്ച കാലം പിന്നോട്ടില്ല. പിന്നെ പൊതുജനങ്ങളോടും എനിക്ക് ഒരു ആശാവർക്കർ എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ ഒരു വനിത എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ള, സ്ത്രീ സമൂഹത്തെ അടച്ചാക്ഷേപിച്ച ഈ പാർട്ടിക്ക് ഇനി അടുത്തൊരവസരം കൊടുക്കരുത് എന്ന് മാത്രമാണ്. എല്ലാ കുടുംബങ്ങളിലും സ്ത്രീകളുണ്ട്, സ്ത്രീ ഇല്ലാത്ത കുടുംബങ്ങളില്ല. അപ്പം സ്ത്രീകളെ മൊത്തത്തിൽ ആക്ഷേപിച്ചവർക്ക് ഇനി ഒരു അവസരം കൊടുക്കാതിരിക്കുക. പൊതുജനം ഇവരുടെ മുഖംമൂടി വലിച്ചെറിയുക. അതുമാത്രമല്ല, ഈ സമരം അവസാനിച്ചിട്ട് ഇപ്പോൾ ഇത്തരത്തിൽ ഇങ്ങനെ ഒരു ഇത് വിളിച്ചു കൂട്ടുമ്പോൾ പൊതുവെ ജനങ്ങൾക്ക് ഇത് മനഃപൂർവ്വം സർക്കാരിനെ താറടിക്കുന്നതിന് വേണ്ടിയിട്ട് കരുതിക്കൂട്ടി തയ്യാറാക്കിയതാണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉയരാം. അതിനോട് എങ്ങനെ പ്രതികരിക്കും? ഒരിക്കലും ഇത് ഞങ്ങൾ സമരം അവസാനിപ്പിച്ചിട്ടില്ല. കാരണം രാപ്പകൽ സമരമാണ് അവസാനിപ്പിച്ചത്. ഞങ്ങൾ അവകാശങ്ങൾ നേടാതെ സമരത്തിൽ നിന്ന് പിന്മാറുന്ന കാര്യമേ ചിന്തിക്കുന്നില്ല. കാരണം നമ്മുടെ രാപ്പകൽ സമരം മാത്രമേ അവസാനിച്ചിട്ടുള്ളൂ, അല്ലാതെ സമരമുഖത്ത് തന്നെയാണ് ഞങ്ങളിപ്പോഴും. ഇനിയും ആ ഒരു വരം കാത്ത് ഇരിക്കുകയാണല്ലോ. തീർച്ചയായിട്ടും ആ വരം കാത്തിരിക്കുകയാണ്. ഞങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കുമെന്ന വരം, ആരാണോ ഭരണത്തിൽ കയറുന്നത് ആ വരം എപ്പോഴാണോ ഞങ്ങളുടെ കയ്യിൽ എത്തുന്നത് അതുവരെ ഞങ്ങളുണ്ടാവും. അല്ലാതെ ആരെയും താറടിക്കുന്നതിന് ഒന്നിനുമല്ല. ഞങ്ങളുടെ അവകാശവാദങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നതാണ്. ഞങ്ങൾ സമരം പിൻവലിച്ചിട്ടില്ല. രാപ്പകൽ സമരം മാത്രമേ അവസാനിപ്പിച്ചിട്ടുള്ളൂ.